സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിയെ ഇഡി ഇന്ന് ചോദ്യം ചെയ്യുകയാണ്. രാവിലെ 10:30 കൊച്ചി ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. കഴിഞ്ഞ വെള്ളിയാഴ്ച ഹാജരാകാൻ സമൻസ് നൽകിയിരുന്നെങ്കിലും വീണ ഹാജരായിരുന്നില്ല. സേവനം നൽകാതെ CMRൽ നിന്ന് 2.78 കോടി കൈപ്പറ്റിയെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. ഇന്നലെ CMRൽ MD ശരൺ എസ് കർത്തിയെയും JS കർത്തിയെയും ED ചോദ്യം ചെയ്തിരുന്നു. അതേസമയം ED നടപടി രാഷ്ട്രീയ പ്രേരിതം എന്ന നിലപാടാണ് CPIM സ്വീകരിക്കുന്നത്. പിണറായി വിജയന്റെ മകളായതുകൊണ്ട് മാത്രമാണ് വേട്ടയാടലെന്ന വാദം CPIM ഉന്നയിക്കും. സജോ ദേവസിയും TV പ്രസാദുമുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ആദ്യം സജോയിലേക്ക് പോവുകയാണ്. ഗുഡ് മോർണിംഗ് സജോ. കഴിഞ്ഞ പ്രാവശ്യം വരാൻ പറഞ്ഞു, പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഹാജരായില്ല വീണ. ഇന്ന് ഹാജരാകുമോ? ശ്രുതി ഷിഹാസ്, ഗുഡ് മോർണിംഗ്. നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരം വീണ ടി ഇന്ന് ഹാജരാകും. കാരണം അവർ ഏതെങ്കിലും നിലയ്ക്ക് സാവകാശം തേടിയിട്ടില്ല വീണ്ടും എന്നതാണ്. ആദ്യം നോട്ടീസ് നൽകിയിരുന്നു. ആദ്യം സമൻസ് കിട്ടിയതിന് പിന്നാലെ 14 ദിവസത്തെ സാവകാശമാണ് തേടിയത്, അതായത് 2 ആഴ്ചത്തെ. പക്ഷേ ഇടി അത് അനുവദിച്ചില്ല. ചുരുങ്ങിയ ദിവസത്തേക്ക് മാറ്റി ഇന്നത്തേക്ക് നൽകുകയായിരുന്നു. മറ്റ് ഏതെങ്കിലും നിയമപരമായ നീക്കത്തിനോ അതല്ലെങ്കിൽ സാവകാശം തേടലിനോ വീണ ടി ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് അവർ എത്തും എന്ന് തന്നെ നമ്മൾ ഈ ഘട്ടത്തിൽ കരുതുകയാണ്. അതായത് ഇന്നാണ് ആ നിർണായക ദിനം. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ CMRലിന്റെ ഉന്നതരെ, അതിന്റെ തലപ്പത്തുള്ള ശശിധരൻ കർത്തയുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളെ തന്നെ, അതായത് ഭാര്യ, മകൾ ശരൺ എസ് കർത്ത ജോയിന്റ് MD ആണ്. സമാന രൂപത്തിൽ അവരുടെയും സഹസ്ഥാപനങ്ങളുടെയും പ്രധാനപ്പെട്ട ചുമതലകളിൽ ഇരിക്കുന്ന ആളുകളെയാണ് ചോദ്യം ചെയ്തത്. അതിനുശേഷമാണ് അടുത്ത നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നത്, വീണ ടിയെ ചോദ്യം ചെയ്യുക എന്ന നടപടിയിലേക്ക്. ഇതിൽ ഏറ്റവും പ്രധാനം ഇതിൽ ഇഡിയുടെ ഇടപെടൽ വരുന്നു, പിന്നീട് നിയമപോരാട്ടം നടക്കുന്നു, അതിനുശേഷം റെയ്ഡ് നടക്കുന്നു. ആ റെയ്ഡും പൂർത്തീകരിച്ചതിന് ശേഷം ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നു എന്ന സവിശേഷത ഇതിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പ്രധാനമായും VD വ്യക്തത തേടുക. 2.78 കോടി രൂപ കൈപ്പറ്റി CMRൽ നിന്ന്. ആ തുക എന്തിനു വിനിയോഗിച്ചു, എന്ത് സേവനമാണ് നൽകിയത് എന്നീ കാര്യങ്ങളിലാണ് പ്രധാനമായും വ്യക്തത തേടാൻ കഴിയുക. ഈ കൈപ്പറ്റിയ 2.78 കോടി രൂപ ഉപയോഗിച്ച് സ്വത്തുക്കൾ വാങ്ങിയോ നിക്ഷേപങ്ങൾ നടത്തിയോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തണം. അതായത് ഈ തുക വിനിയോഗിച്ച നേടിയ അസറ്റുകൾ കണ്ടുകെട്ടാൻ EDയെ സംബന്ധിച്ച് കഴിയും. നമുക്കറിയാവുന്നതുപോലെ ED എന്ന ഏജൻസിക്ക് സാധ്യമായ നിയമപരമായ വഴി അവർക്ക് സ്വീകരിക്കാൻ കഴിയും. ഇതുകൂടാതെ എംപവർ ഇന്ത്യ എന്ന സ്ഥാപനത്തിൽ നിന്ന് 50 ലക്ഷം രൂപ വായ്പ എടുത്തിട്ടുണ്ട്. അതിൽ ആദ്യം വായ്പ എടുത്തുന്ന തിരിച്ചടവ് മുടങ്ങുകയും രണ്ടാമത് വീണ്ടും തുക ലഭ്യമാവുകയും ചെയ്തു. അതിൽ എത്ര രൂപ തിരിച്ചടച്ചു, ആ ലോൺ എടുക്കേണ്ട സാഹചര്യം എന്താണ് എന്ന് വിശദീകരിക്കേണ്ടി വരും. അപ്പോൾ ആദ്യ തവണ ഈ തിരിച്ചടവ് മുടങ്ങിയിട്ടും പിന്നീട് വായ്പ എങ്ങനെയാണ് അനുവദിച്ച് കിട്ടിയത്, അതിനുവേണ്ടി എന്ത് സമ്മർദ്ദമാണ് പ്രയോഗിച്ചത് എന്ന് തുടങ്ങിയുള്ള കാര്യങ്ങൾ ചോദ്യമായി വരും എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുകയാണ്. ഇല്ലാത്ത സേവനത്തിന് വൻതുക കൈപ്പറ്റി എന്നാണ് SFIയുടെ റിപ്പോർട്ടിലെ പരാമർശം. അപ്പോൾ CMRലുമായി ഏത് രൂപത്തിലുള്ള ബന്ധവും ഇടപെടലുമാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ കൂടിയും അതിന്റെ രേഖകൾ കൂടി സമർപ്പിക്കേണ്ടതായി വരും. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ ED ഓഫീസിന് മുന്നിലാണ്. ഇവിടെ സ്വാഭാവികമായുള്ള നേരത്തെ ഈ അന്വേഷണത്തിലേക്ക് കടന്ന ഘട്ടത്തിലുള്ള സുരക്ഷയൊക്കെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്പോഴും തുടരുന്നുണ്ട്. നേരത്തെ ഉള്ളതാണ്. നമുക്ക് റെയ്ഡ് വേളയിലൊക്കെ ഉണ്ടായ രാഷ്ട്രീയ സാഹചര്യവും സംഘർഷവും ഒക്കെ നമുക്കറിയാം. അന്നു മുതൽ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളതാണ് ബാരിക്കേഡ് അടക്കമുള്ളവ. അത് ആ രൂപത്തിൽ തന്നെയും ഉണ്ട്. അപ്പോൾ ഒരു 9 മണി 10 മണിയോട് കൂടിയൊക്കെ വീണ ടി ഇങ്ങോട്ടേക്ക് എത്തും എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ കരുതുന്നു. അവർ ഹാജരാകാതിരിക്കേണ്ട മറ്റ് സാഹചര്യങ്ങളൊന്നുമില്ല എന്ന് മാത്രമല്ല, ഈ കേസിനെ ഇവിടെ വന്ന് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ, EDക്ക് മുന്നിൽ ഹാജരായി നേരിടുക എന്നതാണ് ഇപ്പോൾ വീണയെ സംബന്ധിച്ചിടത്തോളം വീണ ഹാജരാകുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. TV പ്രസാദ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. പ്രസാദേ, ഗുഡ് മോർണിംഗ്. പിണറായി വിജയന്റെ വീട്ടിൽ ED നടത്തിയ ആ ഒരു റെയ്ഡ്, പുറത്തേക്ക് ഇറങ്ങിയ ED ഉദ്യോഗസ്ഥർക്ക് നേരിടേണ്ടി വന്ന ആക്രമണം, അതിന്റെ ആ ഒരു അലയൊലികൾ, അതിന്റെ ആ ഒരു തലവേദന ഇപ്പോഴും CPIMനെ വിട്ട് പോയിട്ടില്ല. അപ്പോൾ ഇന്ന് വീണ ഹാജരാവാൻ തന്നെയാണ് സാധ്യത. CPIM ഈ ഒരു വിഷയത്തിന് എങ്ങനെ പ്രതിരോധിക്കുമെന്നുള്ളത് അറിയാൻ ആകാംക്ഷയുണ്ട് പ്രസാദ്. കാരണം ആദ്യത്തെ ഒരു ആവേശമൊന്നും പിന്നെ കണ്ടില്ല. നേതാക്കളൊക്കെ പറഞ്ഞു പിണറായി വിജയൻ മാത്രമാണ് ഞങ്ങൾക്ക് പ്രശ്നം, വീണയോ അല്ലെങ്കിൽ എക്സാലോജിക്കോ കേസ് നേരിടട്ടെ, അത് അവരുടെ കാര്യം, അത് നിയമപരമായി അവർ നോക്കിക്കൊള്ളുമ്പോൾ ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി എങ്ങനെയായിരിക്കും ഈ ഒരു വിഷയത്തിൽ CPIMന്റെ നിലപാട്, അവരുടെ പ്രതിരോധം? ഗുഡ് മോർണിംഗ് ഷിഹാസ്. ശ്രുതി, CPIM ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് ഇനി പോവില്ല എന്നുള്ളതാണ്. നേരത്തെ ഷിഹാസ് പറഞ്ഞതുപോലെ അന്ന് പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ് നടത്തിയ സമയത്ത് അന്ന് ഉണ്ടായ പ്രതിരോധം നമ്മൾ കണ്ടതാണ്. പ്രതിരോധം പിന്നീട് അക്രമത്തിലേക്ക് വഴിമാറി, വാഹനങ്ങൾ തകർത്തു, ആക്രമണം ED ഉദ്യോഗസ്ഥർക്ക് നേർക്കായി. അതിൻ്റെ അലയൊലികൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. മിക്കവാറും ദിവസങ്ങളിൽ പിണറായി വിജയന്റെ വീട്ടിൻ്റെ മുന്നിൽ കൊണ്ട് തെളിവെടുക്കുന്ന
CPIM പ്രവർത്തകരെയാണ് നമ്മൾ കാണുന്നത്. നിരവധി പേർ, ഇപ്പോൾ 30-ലധികം പേർ പോലീസിൻ്റെ കസ്റ്റഡിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ പലരും റിമാൻഡിലുമാണ്. എന്തായാലും അതുപോലെയുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് CPIM പോകില്ല. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അത് വീണ തന്നെ ചെയ്യണം എന്ന നിലപാടിലേക്ക് പാർട്ടി എന്തായാലും എത്തിയിട്ടുണ്ട്. പക്ഷേ ആ അന്വേഷണം പിണറായി വിജയനിലേക്ക് എത്തിയാൽ അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുക എന്നുള്ളതാണ് പ്രധാനമായും CPIM മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതുകൊണ്ട് പ്രത്യക്ഷമായി CPIMൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടിയും ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അത് പിണറായിയിലേക്ക് വന്നാൽ അപ്പോൾ അത് പരിഗണിക്കാം എന്നൊരു നിലപാടിലേക്കാണ് പാർട്ടി നേതൃത്വമുള്ളത്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, അന്ന് നിയമസഭാ മീഡിയ റൂമിൽ വാർത്താ സമ്മേളനം നടത്തുന്നതിനിടെ പിണറായി വിജയൻ പറഞ്ഞത് അന്ന് തന്നോടൊന്നും ചോദിച്ചിരുന്നില്ല, മകളോട് മാത്രമാണ് കാര്യങ്ങൾ ചോദിച്ചത് എന്ന് പറഞ്ഞതിലൂടെ ഒരു കാര്യം വ്യക്തമാവുകയാണ്. പിണറായി വിജയൻ്റെ മകളായതുകൊണ്ടാണ് ആ വീട്ടിൽ കയറിയത് എന്ന്. പക്ഷേ പാർട്ടി പ്രതിരോധം തീർത്തത് പിണറായി വിജയനെതിരെയുള്ള ഒരു നീക്കം എന്ന നിലയിലായിരുന്നു എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇനിയൊരു പ്രത്യക്ഷ പ്രതിരോധത്തിലേക്കോ അല്ലെങ്കിൽ പ്രത്യക്ഷ രീതിയിൽ വീണ ടിയെ പ്രതിരോധിക്കാനോ ഒന്നും പാർട്ടി ഇനി മെനക്കെടില്ല. പക്ഷേ അത് പിണറായി വിജയനിലേക്ക് നീങ്ങിയാൽ അപ്പോൾ നോക്കാം എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് പാർട്ടി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ശ്രീഹാസ്മൃതി. ശരി, TV പ്രസാദും സജോ ദേവസ്യയുമാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.